2026 മെയ് മാസം മുതൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പുകൾ എത്തി. നിലവിൽ 2000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. 3000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷനായി ലഭിക്കും. മെയ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ പെൻഷൻ തുക ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണവും ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ വരും മാസങ്ങളിൽ തുടർന്നുള്ള പെൻഷൻ തുക മുടങ്ങാതെയിരിക്കുന്നതിനായി വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ മാത്രമാണ് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. ഇതിനായി ജൂൺ 30 വരെ സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. വാർഷിക മസ്റ്ററിംഗിനുള്ള തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് മെയ് മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആശ്വാസവാർത്ത എത്തിയിരിക്കുന്നത്. 2 ഗഡുക്കളിലായി 500 മുതൽ 1000 രൂപ വരെയാണ് 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ കുറവ് വന്നിട്ടുള്ളത്. അക്കൗണ്ടുകളിൽ തുക കുറഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആധാർ-അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അക്കൗണ്ടുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും മുഴുവൻ തുകയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. മെയ് മാസം മുതൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് വലിയൊരു പെൻഷൻ തുകയുടെ വിതരണമാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതമാണ് വിതരണം ആരംഭിക്കുക. അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്ന് സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക സാഹചര്യ പരിശോധനകളുടെ ഭാഗമായും സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിലൂടെയും പുറത്താകാതെ പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതം മെയ് മാസം മുതൽ എത്തിച്ചേരും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ 3000 രൂപ വീതം 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും 3000 രൂപ വീതം കൂടി എത്തിച്ചേരുകയാണ്. ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതം ആധാർ-അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 3000 രൂപ വരെ പരമാവധി പെൻഷൻ തുക ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഭാരത സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതി വഴി ഓരോ ഗുണഭോക്താവിന്റെയും ആധാർ-അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 3000 രൂപ വീതം എത്തിച്ചേരുക. LIC വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രതിമാസ, ത്രൈമാസ, അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ പെൻഷൻ ലഭ്യമാകും. പെൻഷൻ ലഭിക്കുന്നതോടൊപ്പം നിക്ഷേപിച്ച തുക കാലാവധിക്ക് ശേഷം തിരികെയും ലഭിക്കും. LIC വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള LIC ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 0 ബാലൻസ് അക്കൗണ്ട്, മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കാം. റൂപേ കാർഡ് ഉടമകൾക്ക് 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. 6 മാസത്തെ തൃപ്തികരമായ പ്രവർത്തനത്തിന് ശേഷം 10000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭിക്കും. ജീവൻ ഇൻഷുറൻസിന്റെ ഭാഗമായി 30000 രൂപ ലൈഫ് കവർ ലഭിക്കും. സർക്കാർ സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും നേരിട്ട് ആധാർ-അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. അക്കൗണ്ട് തുറക്കുന്നതിന് ആധാർ കാർഡ് ഏറ്റവും പ്രധാനമായ ഒരു രേഖയാണ്. വോട്ടർ ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ മറ്റ് തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കാം. 10 വയസ്സിന് മുകളിലുള്ള ഏത് ഇന്ത്യൻ പൗരനും ഒരു ബാങ്ക് ശാഖയിലോ ബാങ്ക് മിത്ര വഴിയോ അക്കൗണ്ട് തുറക്കാം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും pmjdy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.